ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ, അതുപോലെ JDU ജനതാദൾ യു, ഇവർ തമ്മിൽ ഡക്കര പോരടിച്ച്. രണ്ടുപേർക്കും ഒരാളിന് 4 സീറ്റ് കിട്ടുന്നു, ഒരാളിന് 3 സീറ്റ് കിട്ടുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു തർക്കം വന്നപ്പോൾ CPM പറഞ്ഞു, അങ്ങനെ വേണ്ട, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾക്ക് 3 വീത സീറ്റായിക്കോട്ടെ, ഒരാളിൽ നിന്നൊരു സീറ്റ് ഞങ്ങളിങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞ് ഒരു സീറ്റിങ് എടുത്ത്. നല്ല രസകരമാണ്, പിള്ളേർ കളിക്കുമ്പോൾ 3 മുട്ടായിക്ക് വേണ്ടി മുട്ടായി മുറിക്കാനും പറ്റില്ല, ഞങ്ങൾക്ക് 2 വെച്ച് വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഒരു നിവർത്തിയുമില്ല അച്ഛൻ എന്ത് ചെയ്തു, എങ്കിൽ പിന്നെ 2 വെച്ച് വേണ്ട, നിങ്ങൾ ഓരോന്നെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു മുട്ടായി അങ്ങെടുത്തു. അങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഒരു സീറ്റ് CPM അങ്ങെടുത്തു. എന്നിട്ട് CPM ചെയ്തെന്തെന്ന് വെച്ചാൽ, ISJDയും JDU പാർട്ടിയിലൊക്കെ പാർട്ടികളിൽ മാറിയും തിരിഞ്ഞുമൊക്കെ നിന്നിട്ടുള്ള ആൾ, പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ ഫഹത്ത് എന്ന് പറയുന്നത്. ഫഹത്ത് റൂഫസ് എന്ന് പറയുന്ന ആൾ, റൂഫസ് ഡാനിയൽ എന്ന് പറയുന്ന വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നപ്പോൾ നിരവധി മാതൃകാപരമായ ബഡ്സിൻ്റെ, ഈ കേരളത്തിൽ ഇപ്പോൾ ബഡ് സ്കൂളുകളുണ്ട്, അതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് റൂഫസ് ഡാനിയലാണ്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഒരുപാട് മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയാണ് വെങ്ങാനൂർ പഞ്ചായത്തിന്. അതുപോലെ വെള്ളായണി കായൽ ഇന്ന് കായലായി സംരക്ഷിക്കപ്പെട്ട് കിടക്കുന്നതിൽ റൂഫസ് ഡാനിയലിനും ഫഹത്തിനും ഒക്കെ വലിയ പങ്കുണ്ട്. കാരണം അവരവിടുത്തെ താമസക്കാരാണ്, അത് സംരക്ഷിക്കണമെന്ന് പറയുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. ആ റൂഫസ് ഡാനിയലിൻ്റെ മകനാണ് ഈ ഫഹത്ത് റൂഫസ്. അദ്ദേഹം ജനതാദളിലായിരുന്നു. അത് നമ്മുടെ ശ്രേയാംസിൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ എന്തൊക്കെയാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി അദ്ദേഹം എന്തായാലും സീറ്റ് കിട്ടുമെന്നുള്ള സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് ഈ 3-4 പ്രശ്നം വന്നത്. വീണ്ടും അദ്ദേഹം ഒന്നുകൂടി എല്ലാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ജനതാദളിൻ്റെ CPMൻ്റെയും എന്ന് പറയാൻ പറ്റില്ല, LDF സ്വതന്ത്രൻ. അപ്പോൾ 2 ജനതാദളുകാരും നീലദാസിൻ്റെ ജനതാദളുകാരും വീരേന്ദ്രകുമാറിൻ്റെ അതായത് ശ്രേയാംസ് കുമാറിൻ്റെ ആളുകളും എല്ലാ ജനതാദളും, കൃഷ്ണൻകുട്ടിയും മാത്യു തോമസ്, എത്ര ജനതാദളുണ്ടോ എല്ലാ ജനതാദളുകളും LDFിലുള്ള 2 ജനതാദളുകാരും ആരെ പിന്തുണയ്ക്കേണ്ടി വന്നു, ഫഹത്തിനെ. അങ്ങനെ ഫഹത്ത് റൂഫസ് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. പക്ഷേ അവിടെ അത് UDFിൻ്റെ 2 പ്രാവശ്യം കൊണ്ട് UDF അവിടെ ജയിച്ചിട്ടുണ്ട്. നേരത്തെ നീലലോഹിതദാസ് നാടാരും ജമീല പ്രകാശും അവിടെ നിന്നായിരുന്നു MLA ആയിരുന്നു. KM മാണി MLA ആയിരുന്ന മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തുണ്ടായിരുന്നു. KM മാണിയെ തടയുന്നതിലുമൊക്കെ ആ വിഷയത്തിലൊക്കെ ബഡ്ജറ്റ് അവതരണത്തിലൊക്കെ വളരെ രൂക്ഷമായിട്ടൊക്കെ നിന്ന ഒരു വനിതയാണ് ജമീല പ്രകാശം. അത് നീലദാസൻ നാടാരുടെ ഭാര്യയാണ്. അവരും സജീവ രാഷ്ട്രീയക്കാരിയാണ്. നീലദാസൻ നാടാർക്ക് അവിടെ വലിയ ഉള്ളതാണ്. അപ്പോൾ നീലദാസൻ നാടാറുണ്ട്, ജമീല പ്രകാശമുണ്ട്, ഈ റൂഫസ് ഡാനിയലുണ്ട്, ഒരു വലിയ വിഭാഗമുണ്ട്. പിന്നെ അവിടെ നാടാർ ക്രിസ്ത്യാനും ഹിന്ദു ക്രിസ്ത്യാനുമൊക്കെ, ഹിന്ദു നാടാർ ഹിന്ദുക്കളുമുണ്ട്, നാടാർ ക്രിസ്ത്യാനികളുമുണ്ട്. അവർക്ക് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കൾ ഉണ്ട് ധാരാളമായി, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, തീരദേശമുണ്ട്, എല്ലാം ഉണ്ട്. വെങ്ങാനൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ഒരു വിഴിഞ്ഞത്തിന് അടുത്ത് കിടക്കുന്ന മറ്റൊരു നല്ല മനോഹരമായ പള്ളിച്ചലിനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഡൈവേർട്ട് അകത്ത് കിടക്കുന്നതാണ്. ബാലരാമപുരത്തിനും പള്ളിച്ചലിനും ഒക്കെ അകത്തായിട്ട് കിടക്കുന്ന, NHൽ നിന്ന് കുറച്ച് അകത്തായിട്ട് കിടക്കുന്ന ഒരു മണ്ഡലമാണ് ഈ കോവളം മണ്ഡലം. പിന്നെ കോവളം തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ടൂറിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ കോവളമുണ്ട്. അപ്പോൾ അവിടെ BJPക്ക് ആരാണെന്നറിയില്ല, ഒരു സുരേഷ്, BJPയുടെ ഒരു സുരേഷ് അല്ല, നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുരേഷ് അവിടെ മത്സരിച്ചിട്ടുണ്ട് മുൻപ്. പക്ഷേ ഇപ്പോൾ മത്സരിക്കുന്നത് പ്രധാന കക്ഷികൾ, BJP വലിയൊരു കക്ഷിയല്ല, അവിടെ കുറച്ച് വോട്ട് പിടിക്കും എന്നുള്ളതല്ലാതെ വലിയ കക്ഷിയല്ല. കാര്യം ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി പ്രദേശമാണത്. അപ്പോൾ അവിടെ റൂഫസ് ഡാനിയലിൻ്റെ മകനായിട്ടുള്ള ഫഹത്ത് റൂഫസും ചെറുപ്പക്കാരനാണ്, MBAക്കാരനാണ്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ, അതായത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗമായിരുന്നു. ഈ റൂഫസ് ഡാനിയൽ നേരത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. അതിനേക്കാളൊക്കെ വരി അഴിമതിക്കാരല്ല, പിന്നെ കൃത്യമായി ജനങ്ങളുമായി സംവേദിക്കുന്ന നല്ല ഒരു കാൻഡിഡേറ്റാണ്. MBAക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MBA ആണ്, ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഫഹത്ത് റൂഫസ് മത്സരിക്കുന്നു. വിൻസെൻറ്റും മത്സരിച്ചപ്പോൾ ചെറുപ്പമായിരുന്നു, ഇപ്പോഴും വലിയ പ്രായമായിട്ടില്ല. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഈ അവിടുത്തെ നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. ആ സമയത്ത് എനിക്ക് പരിചയമുള്ളതാണ്. അദ്ദേഹവും ഇടയ്ക്കൊരു ചെറിയ പ്രശ്നത്തിൽ ഒരു സ്ത്രീ വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീയുമായി കൊടുത്തൊരു പരാതിയുമായി അല്ല, ഗണേഷ് മോഡൽ വിഷയമല്ല, സ്ത്രീ കൊടുത്തൊരു പരാതിയുമായി ബന്ധപ്പെടുത്തിയ ഒരു കേസൊക്കെ ഇപ്പോഴും കോടതിയിലും പോലീസിലുമായിട്ടൊക്കെ ഉണ്ട്. എന്തായാലും പക്ഷേ കേരളം മുഴുവൻ കടപുഴകി LDFിൻ്റെ കൂടെ പോയി, UDF മൊത്തം പോയപ്പോഴും വിൻസെൻ്റ് അവിടെ ജയിച്ചു. പക്ഷേ ഇപ്രാവശ്യം നല്ല മത്സരമായിരിക്കും. കാര്യം കാൻഡിഡേറ്റ് വളരെ
കൃത്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായി നിൽക്കുന്ന ഫഹദ് റൂഫസ് വളരെ കൃത്യമായിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മത്സരമായിരിക്കും അവിടെ നടക്കുന്നത്. ഇനി അറിയേണ്ടത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ജയിക്കുമോ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മകൻ ജയിക്കുമോ, അതായത് ഫഹദ് ജയിക്കുമോ, അതോ ഇപ്പോൾ നിലവിലുള്ള ഇപ്പം MLA സ്ഥാനം കഴിഞ്ഞല്ലോ മുൻ MLA വിൻസെൻ്റ് ജയിക്കുമോ? ഇതിലാരാണ് ജയിക്കുക എന്നുള്ളത് മാത്രമാണ് കാണാനുള്ളത്. വിൻസെൻ്റ് UDFനെ സംബന്ധിച്ചിടത്തോളം വിൻസെൻ്റ് അവർക്ക് പറ്റിയ ആപ്റ്റ് കാൻഡിഡേറ്റാണ്. 2 പ്രാവശ്യം അവിടെ ജയിച്ചിട്ടുണ്ട്. 3-ാം തവണയാണ് അവിടെ വിൻസെൻ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ തവണ വിൻസെൻ്റ് ജയിക്കാൻ ആണെങ്കിൽ വീണ്ടും അടുത്ത തവണയിൽ അടുത്ത ഒരു പ്രാവശ്യം കൂടി വിൻസെൻറ്റിന് വരും. അല്ല, ഞാൻ പറഞ്ഞ ഈ ഘടകങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട്, ചെറുപ്പക്കാരനാണ്, MBA-കാരനാണ്, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, അത്തരം ഘടകങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഫഹദ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഫഹദ് സ്വതന്ത്രനായി കൂടി വന്നതോടുകൂടി വലിയ മത്സരം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. വിൻസെൻ്റ് ആൾറെഡി അവിടെ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് തുടങ്ങി. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന കല്ലിയൂർ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന്, കോവളം മണ്ഡലത്തിലെ കല്ലിയൂർ ഭാഗത്തു നിന്ന് ഫഹദിൻ്റെ റോഡ് ഷോ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി BJP ആണ് രംഗത്ത് വരേണ്ടത്. BJPയും അടിയന്തരമായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ BJPക്ക് അവിടെ ജയിക്കാനൊരു സാധ്യതയുള്ള ഒരു മണ്ഡലമല്ല. അതുകൊണ്ട് തന്നെ അവർ മത്സരിക്കുന്നു എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല. മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്. LDFും അവിടെ ജയിച്ചിട്ടുണ്ട്, UDFും ജയിച്ചിട്ടുണ്ട്. അവിടെ നീലദോശ നാടാർ, ജമീല പ്രകാശം, അങ്ങനെ UDFും ജയിച്ച മണ്ഡലമാണ്, LDFും ജയിച്ച മണ്ഡലമാണ്. 2 പേരും ജയിച്ച മണ്ഡലമാണ്. ഇപ്പോൾ UDF ആണ് അവിടുത്തെ MLA. ഇനി അത് LDFിലേക്ക് മറിയുമോ, ഫഹദ് റൂഫസ് അട്ടിമറി നടത്തുമോ, അല്ലെങ്കിൽ അവിടെ വിൻസെൻറ്റിനെ തോൽപ്പിച്ചിട്ട് ഫഹദ് കയറുമോ, അതോ വിൻസെൻ്റ് തന്നെ ഒരു പ്രാവശ്യം കൂടി ജയിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീ പാറുന്ന ഒരു മണ്ഡലമായി, വലിയ കൊടുങ്കാറ്റും ആരവമൊക്കെ ഉള്ളൊരു വലിയ മണ്ഡലത്തിൻ്റെ മത്സരത്തിൻ്റെ എല്ലാ ചുവയും ചേരുവയുമുള്ള ഒരു പ്രദേശമായി കോവളം മാറിക്കഴിഞ്ഞു.